പാലക് പനീറാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ പാലക്ക് കണ്ടോ, പാലക്ക് നമ്മൾ തണ്ട് കളഞ്ഞിട്ട് ബാക്കിയുള്ള അതിൻ്റെ ലീഫ് മാത്രമാണ് എടുത്തത്. അത് കുറച്ച് നേരം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ വെച്ചു. കുറച്ച് നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ടു. അതിന് ശേഷം വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ ലീഫ് അതിലിട്ട് കോരിയെടുത്തു. അപ്പോൾ തന്നെ കോരിയെടുത്തു കേട്ടോ. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിൽ അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കും. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമ്മൾ 400 ഗ്രാംസ് ആണ് നമ്മൾ ഈ പാലക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലക്ക് റെഡിയാക്കി വെച്ചു. പിന്നെ അതിലേക്ക് 2 സവാള, അതായത് 2 ഓണിയൻ, 2 ടൊമാറ്റോ, പിന്നെ ഒരു വലിയ കുടം വെളുത്തുള്ളി, അതായത് ഗാർലിക്ക് വലുതെടുക്കുക. അതെല്ലാം ചെറുതാണെങ്കിൽ 2 കുടം ഗാർലിക്ക് എടുക്കുക. ഒരു 5-6 ഗ്രീൻ ചില്ലി, പിന്നെ അതുപോലെ 1 പീസ് ജിഞ്ചർ എടുക്കാം. ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് റഫായിട്ട് അരച്ചെടുക്കും. ചോപ്പർ മെഷീനാണ് കേട്ടോ. നല്ല ഈസിയാണ് ഇതിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് റഫായിട്ട് അരയ്ക്കാനൊക്കെ ഇതിൽ ചെയ്താൽ മതി. ഈസി മെത്തേഡാണ്. അപ്പോൾ തക്കാളി, അതായത് ടൊമാറ്റോ വേറെ അരയ്ക്കണം. ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഒരുമിച്ചിട്ട് അരയ്ക്കുകയാണ്. സൂപ്പറായിട്ട് പെട്ടെന്ന് അരഞ്ഞു കിട്ടി. ചോപ്പ് ചെയ്ത് കിട്ടി നമുക്ക്. കണ്ടോ, ഫൈനായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് എടുത്തു. ഇനി അടുത്തത് ടൊമാറ്റോ അതിലേക്ക് ഇടണം. ടൊമാറ്റോ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. അധികം തീരെ ചെറുതാക്കി കട്ട് ചെയ്യണമെന്നില്ല. ഒരു ടൊമാറ്റോ എടുത്തിട്ട് 2-3 പീസാക്കി ഇട്ടാൽ മതി. ഈ ചോപ്പർ ഉണ്ടല്ലോ, ഇത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസാണ്. സൂപ്പറാണ്, പെട്ടെന്ന് പണി കഴിയും. ടൊമാറ്റോ അടിക്കുമ്പോൾ നമുക്ക് നല്ല പേസ്റ്റായിട്ട് കിട്ടണം. ഉണ്ടോ, നല്ല പേസ്റ്റായിട്ട് കിട്ടും. ഇനി പാലക്ക് നമ്മൾ നേരത്തെ ഹോട്ട് വാട്ടറിൽ മുക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടാറി. ഇനി അതിനെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് ഈ മിഷൻ തന്നെ വേണമെന്നൊന്നുമില്ല, മിക്സിയിലായാലും അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് പാലക്ക് പനീറാണ്. ഇത് പനീർ ഫ്രീസ് ചെയ്താണ്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. ഇതുണ്ടോ, പാലക്ക് നല്ല പേസ്റ്റായിട്ട് കിട്ടി. ഓക്കെ, സൂപ്പർ. ഇത് മസ്റ്റേർഡ് ഓയിലാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ മസ്റ്റേർഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മസ്റ്റേർഡ് ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. കടുകെണ്ണ ഹോട്ട്. അത് നന്നായി അതൊന്ന് ഹോട്ടായി വരണം. അപ്പോഴാണ് അതിൻ്റെ ആ സ്മെല്ല് പോകുള്ളൂ. കടുകെണ്ണയുടെ സ്മെല്ല് പോകണമെങ്കിൽ ഒന്ന് ചൂടാവണം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് കായം ഇട്ടു. അതുപോലെ നല്ല ജീരകം ഒരു 1/4 സ്പൂൺ ഇട്ടു. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച സവാള, ഇഞ്ചി, പച്ചമുളക് അങ്ങനെ അരച്ച് വെച്ചത് അത് പഴുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിട്ടിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. മസ്റ്റേർഡ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, അതാണ് കുക്കിംഗ് പർപ്പസിന് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഒരുവിധം സോട്ടായി. അതിലേക്ക് ടൊമാറ്റോ ജ്യൂസ് നമ്മൾ അടിച്ചില്ലേ, ടൊമാറ്റോ, അതാണ്. ഇപ്പോൾ ടൊമാറ്റോ പേസ്റ്റാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്യാം. അത് നമുക്ക് മനസ്സിലാവുന്നത് ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് കാണും. കണ്ടോ, ഇതാണ്. ഓക്കെ. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി 1/2 സ്പൂൺ ഇട്ടു. ചില്ലി പൗഡറും ഇട്ടു. അതുപോലെ 1/2 സ്പൂൺ, 1/4 സ്പൂൺ. അത് എരിവും ഇതൊക്കെ മസാലയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ. എല്ലാം കൂടി നന്നായി ഇളക്കി അതിലേക്ക് നമ്മൾ അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിലേക്ക് വെള്ളം ആഡ് ചെയ്യും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ള. കണ്ടോ, ഈ കറിയുടെ പ്രത്യേകത, അതായത് ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ കറികളും അങ്ങനെയാണ്. ഓയിൽ വളരെ കുറവായിരിക്കും. കാരണം ബോഡിക്ക് ഓയിൽ നല്ലതല്ല. അതുകൊണ്ടാണ് ഓയിൽ വളരെ കുറവായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇവിടെ എടുക്കുന്നത് മസ്റ്റേർഡ് ഓയിലും അതുപോലെ കോക്കനട്ട് ഓയിലാണ്. പിന്നെ അതുകൂടാതെ ഒലിവ് ഓയിലും യൂസ് ചെയ്യും.
ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നത് വെറുതെ സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫ്രൈ ചെയ്യാനല്ല. മറ്റുള്ളതൊക്കെ ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യാം, എല്ലാത്തിനും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ പനീർ സോട്ട് ചെയ്യുന്നുണ്ട്, അത് ഒലിവ് ഓയിലാണ്. അത് നമ്മൾ പാനിൽ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് പനീർ ഇട്ട് സോട്ട് ചെയ്യും. അങ്ങനെ പനീർ ഒരു വലിയ പീസായിരുന്നു, നമ്മൾ ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരുവിധം മീഡിയം സൈസ് പീസുകളാക്കി മാറ്റി. കണ്ടോ? ഇപ്പോൾ ഇത് പനീറുണ്ടല്ലോ, നമ്മളിവിടെ ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോണത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് പ്ലെയിൻ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫ്രൈ ചെയ്യാൻ ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒലിവ് ഓയിലാണ് കേട്ടോ. ഒലിവ് ഓയിൽ ഇതാണ് ഒലിവ് ഓയിൽ. കണ്ടോ? എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. അതും വളരെ കുറവിലാണ്. ഇതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് മൂടി വെച്ചേക്കായിരുന്നു, ഇപ്പോൾ ഓപ്പൺ ചെയ്തു. അതിങ്ങനെ ഇപ്പോൾ നല്ലപോലെ ഇങ്ങനെ വെന്ത് നല്ല ഭംഗിയിൽ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത പനീർ എടുത്തിട്ട് വെറുതെ തണുത്ത വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വേണ്ട, തണുത്ത വെള്ളം എന്ന് വെച്ചാൽ സാധാ നോർമൽ വാട്ടറിലേക്കാണ് നമ്മൾ ഇടുന്നത്. ഓയില് ഇത് പോയി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു, 2 വട്ടം വാഷ് ചെയ്തതിന് ശേഷം അത് ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്ത് കിടക്കുന്ന വിധത്തിൽ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. ഇപ്പോൾ ഇത് നമ്മുടെ അരപ്പൊക്കെ റെഡിയായി. ഇനി അതിലേക്ക് നമ്മുടെ പാലക്ക് അരച്ചത് അതിലേക്ക് ആഡ് ചെയ്യണം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം ഈ പാലക് പനീർ പലരും പല വിധത്തിലാണ് വെക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ വെക്കുന്ന വിധമാണ് ഇപ്പം വെക്കുന്നത്. നമ്മൾ ഓയിലൊക്കെ വളരെ കുറവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളത്തിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ പോലും കളയുന്നത്. അതായത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അതൊക്കെ നല്ലപോലെ നിയന്ത്രിച്ച് ചെയ്യുന്ന ഫുഡുകളാണ് എല്ലാം. നമ്മൾ ഈ പാലൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ തീ വളരെ സ്ലോയിലാക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇത് വറ്റി വന്നപ്പോൾ നമ്മളത് കുറച്ച് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തു. അല്ല, പിന്നെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസൂരി മേത്തി ഇടണം. നമ്മൾ ഇതാണ് കസൂരി മേത്തി. കണ്ട? കസൂരി മേത്തി, ഇതാണ് കസൂരി മേത്തി. കണ്ട? അതൊന്ന് തിരുമ്മിയിട്ടാണ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് മസാല ചേർക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മസാലയാണിത്. നമുക്ക് പുറത്തുനിന്ന് ഗരം മസാല വാങ്ങിച്ചിട്ട് ഇട്ടാലും മതി. കഴിച്ച് ടേസ്റ്റ് നോക്കിയപ്പോൾ ലേശം സോൾട്ട് കുറവുണ്ട്. അപ്പോൾ കുറച്ച് സോൾട്ടും കൂടി എനിക്ക് ആഡ് ചെയ്തു കേട്ടോ. നമ്മളെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. വെള്ളത്തിൽ നിന്ന് നമ്മൾ പനീറെടുത്ത് പനീറിനെ ഇതിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ പനീറിലുള്ള ആ ഓയിലൊക്കെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കളഞ്ഞു. അതിന് ശേഷം അതിൽ നിന്ന് വാരിയിട്ട് ഇതിലേക്ക് ഇട്ടു. അങ്ങനെ നമ്മുടെ പാലക് പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടോയെന്ന്. ഇതാണ് നമ്മുടെ പാലക് പനീർ മസാല. അപ്പോൾ എങ്ങനെയുണ്ടോയെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ആ, ഇതിലേക്ക് വേണമെങ്കിൽ നമുക്കിനി ക്രീമൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ക്രീമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാത്തിൽ നിന്നും നമുക്ക് പ്രശ്നങ്ങളില്ലാതിരിക്കാനുള്ള ഒരു ഫുഡാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് ഓയിൽ വരെ വളരെ സൂക്ഷിച്ചിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്. ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം അങ്ങനത്തെ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയണം. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്.